ഹായ് ഹലോ വെൽക്കം ടു അവർ ഹോം ലവ്ഡെയിൽ. ഇത് നമ്മുടെ UK നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഈ ഒരു മാലാഖയുടെ ഫോട്ടോയാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ ടെമൂന്ന് ഓർഡർ ചെയ്തിട്ട് ഇതൊരു ക്യാൻവാസ് ആയിരുന്നു, ഫ്രെയിം ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അതവിടെ മാലാഖ, 2 കുട്ടികൾ, കൊരട്ടിമുത്തി. ഈ ഒരു ഈശോയുടെ രൂപം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും എൻട്രൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ഇഷ്ടം. സൈഡിലോട്ട് തിരിയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കയറി വരുന്നോട് തന്നെ ഈ ഷൂറാക്കിൻ്റെ അടുത്ത് ഇവർക്ക് എന്താ കാര്യമെന്ന്. വേറെ ഒന്നുമല്ല, എനിക്കൊരു മോളുണ്ട്, ഞാൻ വർക്കിംഗ് ആണ്. അപ്പോൾ അവളുടെ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളിവിടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു എൽ ഷേപ്ഡ് കോറിഡോറാണ്. ഈ ഒരു എൽ ഷേപ്ഡ് കോറിഡോറിനെ ചുറ്റിപ്പറ്റിയാണ് ഈ വീട്ടിലെ ബാക്കി എല്ലാ കാര്യങ്ങളും. ഓക്കെ, പിന്നെ അതായത് ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ മോള് പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ. സ്കൂളിലെ ആക്ടിവിറ്റീസിൽ ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളിങ്ങനെ ഒരു മെമ്മറീസായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ ഞാനൊരു ഡ്രോവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ മോള് വരച്ചൊരു പിക്ചർ, നമ്മുടെ സ്പ്രേ, എയർ ഫ്രഷ്നർ, ജാക്കറ്റ് സ്പ്രേ, ടിഷ്യൂ, പിന്നെ വാസലിൻ, പിന്നെന്താ ഒരു ക്ലോക്ക്, പിന്നെ അവിടെ ഒരു ചില്ലിൻ്റെ പാത്രത്തിൽ കുറച്ച് പൂവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഷോ. ഓക്കെ, എല്ലാ ദിവസമൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ. ഈ ഡ്രോവറിൽ നമ്മൾ മെയിനായിട്ട് അറേഞ്ച് ചെയ്തിരുന്നത് സോക്സാണ് കേട്ടോ. വലിയവരുടെ സോക്സ്, മക്കളുടെ സോക്സ്, അങ്ങനെ. അപ്പം ഞാനില്ലെങ്കിലും മോൾക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ അതവിടെ ഒരു ചെയർ ഇട്ടുണ്ട്. വേറെ ഒന്നിനല്ല, ഇരുന്ന് ഷൂ ഒക്കെ ഇടാൻ വേണമെങ്കിൽ. പിന്നെ ഇത് മോളുടെ സ്കൂട്ടർ, പിന്നെ മോൻ്റെ സ്ക്രോളർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് ഇവിടെ വരുന്ന പലരും ആയാലും, പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ സ്റ്റാൻഡ് കണ്ടപ്പോഴായാലും ചിന്തിച്ചിട്ടുണ്ടാവും ഇതെന്തിനാണ് ഡോറിൻ്റെ അടുത്ത് ഈ ഹെയർ ബാൻഡ്, ക്ലിപ്സ്, ബാഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കണേന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ മോൾക്ക് സ്കൂളുള്ള ദിവസങ്ങളിൽ അവൾക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അവൾ ഇച്ചിരി വൈകി എഴുന്നേറ്റാൽ അവൾക്കത് ഇഷ്ടത്തിന് ചൂസ് ചെയ്യാൻ എളുപ്പം ഇതായിരിക്കും. അപ്പോൾ ഈ വീട് ശരിക്കും വെൽ ഓർഗനൈസ്ഡ് അല്ല, ഇവിടെ ഉള്ളവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തേക്കണം. ഓക്കെ, ഇത് നമ്മുടെ ഷൂ റാക്കാണ്. നമ്മുടെ എല്ലാവരും ഷൂസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഈ ഒരു ഫ്രെയിം അതെനിക്ക് അനീതി ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്കത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കയറി വരുന്നവിടെ തന്നെ അവളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഗസ്റ്റ് റൂമാണ്. അത് ഞാൻ കാണിക്കാം കേട്ടോ. അതിക്ക് മുമ്പ് 2 സൈഡിൽ നമ്മൾ കുറച്ച് പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മൾ മാലാഖ, ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ്, മാലാഖയുടെ പിക്ചർ, പിന്നെ ഈശോൻ്റെ രൂപം. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, മോള് വരച്ച കുറച്ച് പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അവൾ തന്നെ വരയ്ക്കുന്നത് എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. സ്കൂളിൽ ഓരോ ആക്ടിവിറ്റീസാണ്. അവളോട് ചോദിച്ചാൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടാവുമായിരിക്കും. അവൾക്ക് പൊതുവേ പെയിൻറ്റിങ്ങിനോടൊരു ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം. ഇത് ഗസ്റ്റ് ബെഡ്റൂം എന്ന് പറയണോ, സ്റ്റോർ എന്ന് പറയണോ, കിഡ്സ് റൂം എന്ന് പറയണോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഇവിടെ മുകളിലെ കുറച്ച് തണുപ്പ് തീർന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേരുടെ. ഇതൊരു അയണിങ് ടേബിൾ എന്നൊന്നും പറയാനില്ല, ചെറിയൊരു മേശ, തേപ്പെട്ടിയൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തു ഉള്ള സ്ഥലത്ത്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ചെയേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ടുഗദറൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ചെയേഴ്സൊക്കെ ഹോളിലേക്ക് മാറ്റും. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നോക്കാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ ഇതൊരു സ്റ്റഡി ടേബിൾ പോലെ സെറ്റ് ചെയ്തേക്കാം. മോള് ഇവിടെ ഇരിക്കാറുണ്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഞാനും എൻ്റെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാൻ ഈ ഏരിയ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ അറേഞ്ച്മെൻറ്റ്സ് ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ്, അതെനിക്ക് ഒരുപാട് ഇഷ്ടം. അതെല്ലാം അവിടുത്തെ ഞാൻ വാരിക്കോരി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഈ വിൻഡോ എന്നുള്ള നമ്മുടെ വ്യൂ എന്ന് പറയുന്നത്. സമ്മറിൽ കുറച്ച് പച്ചപ്പ് ഹരിതാപമൊക്കെ കാണാൻ പറ്റും. നാടൊക്കെ മിസ് ചെയ്യുമ്പോൾ ഞാനിവിടെ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ സ്റ്റാൻഡിൽ നമ്മൾ ജാക്കറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഗസ്റ്റ് റൂമിലെ ബെഡ്. വെരി സിമ്പിൾ. ഓക്കെ, പിന്നെ അതാ ഇവിടെയും കുറച്ച് പച്ചപ്പ് ഹരിതാപമൊക്കെ ഉണ്ട്. അവിടെ ഒരു സ്റ്റാൻഡ് കിടക്കുന്നുണ്ട്. ഇച്ചിരി അലമ്പാണ്, വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട ഡ്രസ്സൊക്കെ ഞാൻ മടക്കിയിരുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ടോയ് റൂമിൽ. പിന്നെ ഇതൊരു സ്റ്റോറേജ് ബോക്സാണ്. നമ്മുടെ ക്രിസ്മസ് ട്രീ, അങ്ങനെ ജിങ്കിൾ ബെൽസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ വാവയുടെ ഒരു ടോയ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഔസപിതാവ്, മാതാവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞ എൽ ഷേപ്പ്ഡ് കോറിഡോറാണ്. ഇത് നമ്മുടെ ഒരു മിറർ, ഒരു ഷോ പീസാണ്. എനിക്കിഷ്ടമായി, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു, സെറ്റ് ചെയ്തു. പിന്നെ ഈ മിററിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേരെ വരുമ്പോൾ കാണുന്നത് വേറെ ഒന്നുമല്ല, ഒരു ടോയ്ലറ്റാണ്. ബാത്ത് ടബൊക്കെ ഉണ്ട്. ഇത് നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല, ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. അത്ര വലിയ സംഭവമൊന്നുമില്ല. ഒരു ബെഡ്, ഒരു ഫാൻ, 2 വാർഡ്രോബ്, ഇതൊക്കെ നമ്മൾ തന്നെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് ഒന്നും ഉണ്ടായതൊന്നുമല്ല. ഇത് മുകളിലെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, സ്പ്രേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്.
പിന്നെ ഇവിടെ ഒരു ബെഡുണ്ട്. ഇവിടെ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് ഒരു റൂമിലാണ് കിടക്കാറ്. പിന്നെ ഡ്രീം ക്യാപ്ചർ ഉണ്ട്, ഒരു ഫാനുണ്ട്. പിന്നെ ഈശോൻ്റെയും മാതാവിൻ്റെയും കൊട്ടപ്പുത്തരി രൂപമുണ്ട്, 2 ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു വോളിൽ കുറച്ച് മാലാഖമാരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ടെമ്മുവിൽ കണ്ടപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം തോന്നി, അത് വാങ്ങിച്ചു. ശരിക്കും ഇത് ഹാങ് ചെയ്യുന്നതാണ്, ഞാൻ പക്ഷെ ഒട്ടിച്ച് വെച്ചേക്കാം. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പോണതാണ് നമ്മളുടെ ഓൾ ഡേ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം. ഇത് മോൾക്ക് കിട്ടിയ സ്റ്റാർ ഓഫ് ദ വീക്ക് അവാർഡ്സ് ആണ് കേട്ടോ. കുറേ ഉണ്ട്, കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. കുറച്ച് മെമ്മറീസൊക്കെ ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊക്കെ ചെയ്യാനുണ്ട്. അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെ അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്ലാന്റിനോടൊക്കെ ഒരു ഇഷ്ടമാണ്. മോൻ ശക്തിമാൻ്റെ വലിയ ഫാനാണ്, അവൻ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പ്രെയർ ഏരിയ, അത് ഞാൻ തന്നെ സെറ്റ് ചെയ്തതാണ്. പിന്നെ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രെയർ ഏരിയ, ഇതിൽ ഒരു ഫോട്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ബാക്കിയൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കി വെച്ചതാണ്. എന്നെക്കൊണ്ട് പറ്റണ പോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രെയർ ഏരിയ, വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ കുറച്ച് പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് 2 സൈഡിലും. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ചെടികൾ, പിന്നെ കീയൊക്കെ മോൻ എടുക്കാതിരിക്കാൻ ഇച്ചിരി ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് നമുക്ക് എടുക്കുകയും വേണമല്ലോ. പിന്നെ ക്യാൻഡിൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതാണ് നമ്മുടെ സോഫ. ഇത് മുകളിലെ ടെൻറ്റ്, കളിക്കുന്ന ടെൻറ്റ്, കുറച്ച് ടോയ്സൊക്കെ ആ ഹോളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോയ്സൊക്കെ സെറ്റ് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അവരെ കാണാൻ പറ്റും. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിൾ. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും കൂടുതൽ ആൾക്കാരൊക്കെ വരുമ്പോൾ. ഇപ്പം നമ്മൾ ചെറുതാക്കി ഇട്ടേക്കുവാണ്. അവിടെ കുറച്ച് പെന്നൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വോളിൽ. പിന്നെ എന്താ കോമൺ എല്ലാ വീട്ടിലും കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ, ടിഷ്യൂ, ചെക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതാണ് കേട്ടോ ഹോളിൻ്റെ ടോട്ടൽ വ്യൂ. പിന്നെ നമ്മൾ ഇവിടെ ഒരു വോളിൽ കുറച്ച് കാര്യങ്ങൾ, അത് കുറച്ച് കാര്യങ്ങളല്ല, കുറച്ച് കോയിൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനായിട്ട് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. UK കോയിൻസും ഉണ്ട്, നമ്മുടെ നാട്ടിലെ പണ്ടത്തെ കോയിൻസൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ കിച്ചൺ. ഞാൻ വീഡിയോയ്ക്ക് എൻ്റെ കിച്ചൺ ഇറക്കി പറക്കി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സാധാരണ നോർമൽ യൂസ് ചെയ്യുന്ന കിച്ചൺ. ഓക്കെ, പിന്നെ എന്താ ഇവിടെ കുറച്ച് ചെയർ ഇട്ടിട്ടുണ്ട്. ഇതാണ് കേട്ടോ ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോ ഞാൻ കിച്ചണിൽ വെച്ചാണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഹോമല്ല, ഫ്ലാറ്റാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ, ബൈ ബൈ. നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.